ഹായ് എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. നെക്സ്റ്റ് വരുന്നതാണ് നമുക്ക് ഇനി വരുന്ന കൺസെപ്റ്റ് ആണ് ടാക്സ് പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്. ഓക്കെ, ഈ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് അതായത് ഇപ്പൊ നമ്മൾ ഒരു ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ പേ ചെയ്യണം എന്നുള്ളതിന്റെ പ്ലാനിംഗ് ആണ് നമ്മളുടെ ഈ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇയർ ഇട്ട ഒരു പ്ലാനിംഗ് ആണ്. ഓക്കെ, അതാണ് ഈ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ ഈ ടാക്സ് പ്ലാൻ ചെയ്യുന്നതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾക്ക് CBDT പറഞ്ഞിട്ടുണ്ടാകും. ആ CBDT പറഞ്ഞിട്ടുള്ളതിന്റെ ബേസിസിലാവണം നമ്മളുടെ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ചെയ്യുന്നതായിട്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള എക്സ്പേർട്സും കാര്യങ്ങളൊക്കെ ഓരോ ബിസിനസ് ഓർഗനൈസേഷനും കീപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൺ വിത്ത് ഇന്റന്റ് ടു ഡിഫ്രോഡ് ഫ്രം ദ റവന്യൂ. അതായത് നമ്മളുടെ ഈ റവന്യൂ കുറച്ച് കാണിക്കുക, അതേപോലെ തന്നെ ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ബേസിസിലായിരിക്കും നമ്മുടെ ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ അതിന്റെ ബേസിസിലാവണം നമ്മളുടെ പ്ലാനിംഗ് എന്ന് പറയുന്നത് കൂടെ. ഓക്കെ, അതേപോലെ തന്നെ ഈ ടാക്സ് പ്ലാനിംഗ് നമ്മൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് റൂൾസ് വരുന്നുണ്ട്. ഒന്ന് വന്നിട്ട് സ്പ്രെഡ് ദ ടാക്സബിൾ ഇൻകം എമംഗ് ദ വേരിയസ്, ദെൻ take full advantages of tax exemption available under the law, then take full advantages of permissible tax deduction and rebate available on stipulated tax saving investment, then make optimum use of tax exempted income, then also the simple tax planning in smart tax planning, then proper understanding and use of the tax rules will help to achieve the ഹാൻസം ടാക്സ് സേവിങ്സ് എന്നുള്ളതൊക്കെയാണ് റൂൾസ് ഓഫ് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഒക്കെ ജസ്റ്റ് കോമൺ പോയിന്റ്സ് ആണല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. അതേപോലെ തന്നെ ഈ ടാക്സ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സെക്ഷൻ 80C to 80U വരെയുള്ള എല്ലാ റിലീഫ്സും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷെ നമ്മൾ അത് കിട്ടുന്ന എന്നുള്ള രീതിയിലോട്ട് ഇരിക്കണം നമ്മളുടെ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് വന്നിട്ട് SSCക്ക് ഇതിന്റെ ബെനിഫിറ്റ്സും റിലീഫ്സും ഡിഡക്ഷൻസും എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പക്ഷെ അത് കറക്റ്റ് ടൈമിലോട്ട് ചെയ്തിരുന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ദെൻ അതേപോലെ തന്നെ കമ്പനി ലോസും ദെൻ അതേപോലെ തന്നെ മറ്റുള്ള ലോസും അതിൻ്റെതായിട്ടുള്ള സ്കോപ്പ് ഉണ്ട്. ദെൻ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ടാക്സ് അവോയ്ഡൻസും ദെൻ ടാക്സ് ഇവേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ടാക്സ് അവോയ്ഡൻസും ടാക്സ് ഇവേഷൻ എന്താ എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മളുടെ ഓരോ പബ്ലിക് ഇൻട്രസ്റ്റും അതേപോലെ തന്നെ ഈ സിവിലൈസേഷൻ സൊസൈറ്റി അതേപോലെ തന്നെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന വേരിയസ് ഇൻസെന്റീവ്സ്, ഹോളിഡേയ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യുന്ന പോലെ കൂടിയായിരിക്കും നമ്മുടെ ഈ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് വരുന്ന പ്രോഗ്രസീവ് ടാക്സ് റേറ്റ്സിന്റെ കാര്യത്തിൽ നമ്മുടെ ഇൻഡിവിജ്വൽസിനും അതേപോലെ തന്നെ HUF ഫാമിലീസ് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ടാക്സും അതേപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള പേയ്മെന്റ്സിന്റെ റിസൾട്ട്സും കാര്യങ്ങളൊക്കെ അവർക്ക്. ദെൻ ടാക്സ് പ്ലാനിംഗ് ചെയ്യുന്ന സമയത്ത് ഓരോ കമ്പനീസും അവരുടെ പ്രോപ്പർ എക്സ്പെൻസസിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം വന്നിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഈ ടാക്സിന്റെ റിഡക്ഷൻസും കാര്യങ്ങളും കിട്ടത്തുള്ളൂ. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഇൻഫ്ലേഷൻ വരുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള ഒരു ഡിഡക്ഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ടാക്സ് പ്ലാനിങ്ങിന് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് വന്നിട്ട് ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഷുഡ് ബി റീസ്റ്റോർഡ് അറ്റ് ദ സോഴ്സസ് ഓഫ് ഇൻകം എന്നുള്ളതാണ്. ദെൻ അതേപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷന്റെ ചോയ്സിലായിരിക്കും ഈ പ്ലാൻ ചെയ്യുന്നത്, അല്ലെ? ഓരോ ഓർഗനൈസേഷനും ഓരോ ബേസിസിലായിരിക്കുമല്ലോ, അതിന്റെ ബേസിസിലായിരിക്കും ഈ പ്ലാനിങ്സും കാര്യങ്ങളും വരുന്നത്. ദെൻ അതേപോലെ തന്നെ ലൊക്കേഷൻസിന്റെ ബേസിസിൽ, ലൈക്ക് നമ്മളുടെ ഇപ്പോൾ ലൊക്കേഷന്റെ ബേസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മുംബൈ, കൽക്കത്ത, ദെൻ അതേപോലെ തന്നെ ചെന്നൈ എന്നുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് ടാക്സ് വരുന്നത് 50% ആയിരിക്കും. മറ്റുള്ള സിറ്റീസിൽ നമുക്ക് 40% ആണ് ടാക്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള ഒരു ഫാക്ടേഴ്സ് ലൊക്കേഷന്റെ ബേസിസിലുള്ള ഫാക്ടർ നമ്മളുടെ ടാക്സ് പ്ലാനിങ്ങിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ റെസിഡൻഷ്യൽ സ്റ്റേറ്റസും നമ്മൾക്ക് അഫക്ട് ചെയ്യുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ നമുക്ക് വരുന്ന ബൈ ഓർ ലീസ്, അസറ്റ്സിന്റെ ബൈ ഓർ ലീസും വന്നിട്ട് നമ്മളുടെ ടാക്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മൾക്ക് അതിന്റെ ഡിപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക. ദെൻ അതേപോലെ തന്നെ നമ്മളുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ വരുന്ന ഡിസിഷൻസും അതിന്റെ റൂൾസും അതേപോലെ തന്നെ നമ്മളുടെ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റീസും അതേപോലെ തന്നെ നമ്മളുടെ മാക്സിമം കിട്ടുന്ന റിട്ടേൺ കാര്യങ്ങൾ, ടാക്സ് ലൈബിലിറ്റി എന്നുള്ളതൊക്കെ നമ്മളുടെ ടാക്സ് പ്ലാനിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് ആണ്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ടാക്സ് പ്ലാനിങ്ങിൽ വരുന്ന പ്രിക്കോഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഒന്ന് വന്നിട്ട് ഈ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ നോളേജ് ത്രൂ ആയിരിക്കണം ഓരോ കമ്പനീസും വന്നിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെതായിട്ടുള്ള എസെൻഷ്യൽ ലോസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ആ ലോസും കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള റൂൾസും പ്രൊവിഷൻസും യൂസ് ചെയ്തിട്ട് വേണം ഒരു ബെറ്റർ ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ലീസ്റ്റ് ടാക്സ് ലയബിലിറ്റിയും നമ്മളുടെ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ചോയ്സും നമ്മൾ കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്തിരിക്കണം. ദെൻ നെക്സ്റ്റ് വരുന്നത് അനാലിസിസ് ആണ്. അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ടാക്സ് ഇംപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. ഫിനാൻസിങ് ഡിസിഷൻസിനെയാണ് നമ്മളുടെ അനാലിസിസിൽ പറയുന്നത്. ദെൻ ഡ്യൂ അറ്റൻഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ ലോസും അതേപോലെ തന്നെ എക്കണോമിക് ഫാക്ടേഴ്സും വന്നിട്ട് നമ്മളുടെ ബിഫോർ ടാക്സ് പ്ലാനിങ്ങിനെ എഫക്ട് ചെയ്യേണ്ടെന്നാണ് പറയുന്നത്. ദെൻ ടാക്സ് ലോസ് ആണ്. ഇതിൽ എഫക്ട് ചെയ്യുന്നതാണ് ഇൻഡയറക്ട് ടാക്സ്, നമ്മുടെ ഡയറക്ട് ടാക്സ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അതിൽ നമ്മളുടെ ഡയറക്ട് ടാക്സ് എന്നുള്ളതും അതേപോലെ തന്നെ നമ്മുടെ വെൽത്ത് ടാക്സും ഇൻകം ടാക്സ് എന്നുള്ളതിന്റെ ബേസിസിൽ വന്നിട്ട് ഈക്വൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്ട് ആണ് നമ്മൾക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, അതാണ് ടാക്സ് ലോസ് എന്ന് പറയുന്നത്. ദെൻ ടാക്സ് അവോയ്ഡൻസ് ആണ്. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടാക്സ് പ്ലാനിങ്ങിന് വന്നിട്ട് ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ ദ ടാക്സ് അവോയ്ഡൻസ്. പക്ഷെ നമ്മൾ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് അവോയ്ഡൻസിന്റെ ബേസിസിലല്ല. അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാക്സ് പേ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ടാക്സ് അവോയ്ഡ് ചെയ്യുക. മാക്സിമം എത്രത്തോളമാണ് ആ ടാക്സ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുന്നതാണ് ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത് ഒരു ലൂപ്പ് ഹോൾസ് കൂടിയാണ് നമ്മളുടെ ഈ ഇൻകം ടാക്സിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ. അതേപോലെ തന്നെ ഈ ടാക്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത് ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ ദ ടാക്സ് അവോയ്ഡൻസ്. നമ്മൾ ടാക്സ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിന്റെ ബേസിസിൽ നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഡിക്രീസ് ഓഫ് ദ കോർട്ട്. ദെൻ ഈ ഡിഗ്രി ഓഫ് ദ കോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ബേസ്ഡ് ഓൺ ദ ജഡ്ജ്മെന്റ്. ഓക്കെ, ഓരോ കോർട്ടിന്റെ ജഡ്ജ്മെന്റോ അവരുടെ ജസ്റ്റിസിന്റെ ബേസിസിലോ അല്ല ടാക്സ് പ്ലാനിംഗ് നടത്തുന്നത്. ഓരോ കമ്പനിയുടെ ബേസിസിലുള്ള അവരവരുടെ ലോസിന്റെ ബേസിസിലായിരിക്കും ഈ പ്ലാൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് നോട്ട് ഫേവറബിൾ ടു ദ നേഷൻസ്. ഓക്കെ, എല്ലാ നേഷൻസിനും ഇതൊന്നും ഓക്കെ ആവത്തില്ല, അതായത് ഓർഗനൈസേഷന് ഇത് ഓക്കെ ആവുമായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് റീഡ് ഓൾ പ്രൊവിഷൻസ്. നമ്മളുടെ ഈ ടാക്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് നമ്മളുടെ ഡിഡക്ഷൻസ്, പേയ്മെന്റ്സ്, എക്സംഷൻസ്, റിബേറ്റ്സ്, ടാക്സ് റേറ്റ്സ്, അതിന്റെ ഓൾഡ് റിജിം, ന്യൂ റിജിം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു നോളേജ് നമ്മൾക്ക് വേണം. അതിനെക്കുറിച്ച് നമ്മൾക്ക് ഫുൾ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളത് റീഡ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രൊപ്പോസ്ഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആണ്. പ്രൊപ്പോസ്ഡ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ലൈക്ക് ഓരോ പേഴ്സൺസ് വന്നിട്ട് ടാക്സ് പേ ചെയ്യാണ്. നിയർ ഫ്യൂച്ചറിലോട്ട് ഒരു ടാക്സ് പേ ചെയ്യുകയാണെങ്കിലും അവർക്ക് വന്നിട്ട് അത് കമൻസ്മെന്റ് ഡേറ്റും എൻഡിങ് ഡേറ്റും അതേപോലെ തന്നെ ടാക്സിന്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളും അവർ ഓൾറെഡി ഈ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിന്റെ ബേസിസിൽ വന്നിട്ട് നോക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. ദെൻ ഫ്ലെക്സിബിലിറ്റി ആണ്. ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ ദ പ്ലാൻ ഷുഡ് ബി ഫ്ലെക്സിബിൾ ടു ദ എവറി പേഴ്സൺസ് ഹു പേ ദ ടാക്സ് എന്നുള്ളതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. സോ നിങ്ങളോട് ടാക്സ് പ്ലാനിങ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ബി പാർട്ടിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇതെല്ലാം എഴുതേണ്ടതായി വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ടാക്സ് മാനേജ്മെന്റ് ആണ്. ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഇൻകം ടാക്സിന്റെ റിട്ടേൺസും ഫയലിംഗ്സും അത് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ് ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ അക്കൗണ്ട്സ് എന്നിട്ട് എങ്ങനെ ഓഡിറ്റ് ചെയ്തിരിക്കണം, അതേപോലെ തന്നെ നമ്മുടെ ഡിഡക്ഷൻസ് എന്തൊക്കെയാവണം, നമ്മുടെ സോഴ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതിന്റെയൊക്കെ ഒരു മാനേജ്മെന്റും അതേപോലെ തന്നെ നമ്മളുടെ മിക്കവാറും വരുന്ന ഇൻട്രസ്റ്റ് ഫീസ് എന്നുള്ളതിന്റെ അവോയ്ഡൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ടാക്സ് മാനേജ്മെന്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ടാക്സ് മാനേജ്മെന്റിൽ വന്നിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ പ്രിക്വിസിഷൻസും കമ്പൽസറി ആയിട്ടുള്ളതാണ്. പക്ഷെ അത് വന്നിട്ട് ലീഗൽ ഫോർമാലിറ്റീസിനെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കണം. ആ ലീഗലി പറയുന്ന എക്സംഷൻസും ഡിഡക്ഷൻസും റിലീഫ്സും എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ഓരോ റിഡക്ഷൻസും കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരുന്നത് അല്ല. ഓക്കെ, അതേപോലെ തന്നെ ഈ ടാക്സ് മാനേജ്മെന്റിൽ ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ബിസിനസ്സും ഇൻവോൾവ് ആണ്. അതേപോലെ തന്നെ അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ പ്ലാൻസും അതേപോലെ തന്നെ അതിന്റെ റെഗുലേഷൻസും കാര്യങ്ങളും എല്ലാം ഓരോ മാനേജ്മെന്റിന്റെ പാസ്റ്റ് ഇയറിൽ വരുന്ന ടാക്സും കാര്യങ്ങളും അതേപോലെ തന്നെ പാസ്റ്റിൽ ഉണ്ടായിരുന്ന അവരുടെ ഒരു ബിസിനസ് ആക്ടിവിറ്റിയുടെ ബേസിലാണ്. സോ അതേപോലെ തന്നെ അത് പാസ്റ്റ് ആസ് വെൽ ആസ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചറിനെ കൂടി കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഈ ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ പാസ്റ്റിലുള്ള സെയിൽസിനെയും ഡിഡക്ഷൻസിനെയും അസറ്റ്സും നമ്മുടെ ലയബിലിറ്റീസും കറന്റ് ടാക്സ് എന്താ എന്നുള്ളതെല്ലാം നമ്മളുടെ മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾക്ക് വരുന്ന ഈ ഫ്യൂച്ചർ പേയ്മെന്റ്സ് നമ്മൾക്ക് വരികയാണെങ്കിലും ആ ഫ്യൂച്ചർ പേയ്മെന്റ്സിൽ നമ്മൾക്ക് എത്രത്തോളം ക്ലൈംസ് വരുന്നുണ്ട്, ക്ലൈമിംഗ് അലവൻസസ് വരുന്നുണ്ട്, ഡിഡക്ഷൻസ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ കൂടി നമ്മൾ നോക്കുന്നതാണ് ഈ ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് പ്ലാനിങ്ങും ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് രണ്ടും ഏകദേശം സെയിം ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്.
പക്ഷെ നമുക്ക് ഹോൾ ടാക്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ടാക്സ് പ്ലാനിങ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നതാണ് നമ്മൾക്ക് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾക്ക് ടാക്സ് എന്ന് വരുന്ന സമയത്ത് നമ്മൾക്ക് കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാകും. അത് കൺസേൺ ചെയ്തിട്ട് കൂടിയാണ് നമ്മുടെ ഈ ടാക്സ് മാനേജ്മെന്റ് വരുന്നത്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഡയറക്റ്റ് ടാക്സസ് വരുന്നുണ്ട്, ആസ് വെൽ as ഇൻഡയറക്റ്റ് ടാക്സസ് വരുന്നുണ്ട്. സോ ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലീഗൽ ഫോർമാലിറ്റീസിനെ കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം ഈ പെനാലിറ്റീസ് പ്രിക്യൂഷൻസിൽ നിന്ന് സേവിങ്സ് കിട്ടാൻ പറ്റും എന്നുള്ളത് കൂടിയും, അതേപോലെ തന്നെ നമുക്ക് വരുന്ന വേരിയസ് ടാക്സ് ഇൻസെന്റീവ്സ് റിഡക്ഷൻസിൽ നിന്ന് നമുക്ക് എത്രത്തോളം അതിന് അഡ്വാൻറ്റേജസ് കിട്ടും എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മുടെ ഓർഡേഴ്സിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളുടെ മേജർ ഒബ്ജക്റ്റീവ്സ്, ഈ ടാക്സ് മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറച്ച് ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന് വന്നിട്ട് നമ്മളുടെ ഈ പ്രിസർവിംഗ് ഡേറ്റാസും അതേപോലെ തന്നെ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ്, എവിഡൻസ്, ട്രാൻസാക്ഷൻസ് എന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെല്ലാത്തിനും വന്നിട്ട് കമ്പൈൽ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ടാക്സിന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് ടൈംലി പേയ്മെന്റ് നടത്തുക എന്നുള്ളതും, അതേപോലെ തന്നെ DTSഉം TCSഉം കമ്പൈൽ ചെയ്യുക. Then next, payment of tax and self-assessment, then payment of tax on demand, then maintenance of accounts, then audit of cost accounts, then അതേപോലെ തന്നെ പേയ്മെന്റ് ഓഫ് സെസ്, ഡ്യൂട്ടി ഓഫ് ഫീസ്, ബോണസ്, കമ്മീഷൻസ് എക്സെട്ര എന്നുള്ളതൊക്കെയാണ് ഫംഗ്ഷൻസിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ ടാക്സ് മാനേജ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മളുടെ ടൈംലി റിട്ടേൺ നമ്മൾ ആദ്യം ഫയൽ ചെയ്തിരിക്കണം. ഓക്കെ, ആദ്യം നമ്മളുടെ റിട്ടേൺ ആയിരിക്കണം നമ്മൾ ടൈംലി ഫയൽ ചെയ്തിരിക്കേണ്ടത്. ദെൻ അതിനുശേഷം ഡോക്യുമെന്റ്സും മെയിൻ്റനൻസും ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളുടെ റെസ്പോണ്ടിങ് ആണ്, ഓരോ നോട്ടീസ് അതോറിറ്റീസിന് നോട്ടീസ് കൊടുക്കുന്നതല്ലോ അതിന്റെ റെസ്പോൺസസ് ആണ്. ദെൻ പ്രിസർവിംഗ് റെക്കോർഡ്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ പാനും ടാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ മോണിറ്ററിങ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റിനാണ് നമ്മുടെ ഡോക്യുമെന്റേഷനും മെയിൻ്റനൻസും വരുന്നത്. ഓക്കെ, ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ജസ്റ്റ് ഇത് പ്രൊസീജിയർ ആണ്. ഓക്കെ, ടാൻ എന്താണ്, പാൻ എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പാൻ എന്ന് പറയുമ്പോൾ പെർമനന്റ് അക്കൗണ്ട് നമ്പർ എന്നുള്ളതൊക്കെയാണ്. അതുപോലെ വരുന്നതാണ് ഈ ടാൻ എന്ന് പറയുന്നത്. ടെമ്പററി അക്കൗണ്ട് നമ്പർ ആണ് നമുക്ക് ഈ ടാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ പ്രൊസീജിയറൽ റിക്വയർമെന്റ്. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് ടാക്സ് പ്ലാനിങ്ങും ടാക്സ് മാനേജ്മെന്റിന്റെയും ഡിഫറൻസ് പറയുന്നുണ്ട്. ഒരു 8-9 പോയിന്റ്സ് ഉണ്ട്. നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് നോക്കുക. ഓക്കെ, ടാക്സ് പ്ലാനിങ്ങും ടാക്സ് മാനേജ്മെന്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ് ഇസ് നോട്ട് ദ സെയിം ആസ് ഇവേഷൻ. ഓക്കെ, tax evasion involves breaking the law, not paying one's tax where the law clearly states that they must be paid. അതായത് നമുക്ക് ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ടാക്സ് പേ ചെയ്യേണ്ടതാണ്, പക്ഷെ ആ ലോസും കാര്യങ്ങളെല്ലാം അവർ ബ്രേക്ക് ഡൗൺ ചെയ്ത് നിൽക്കുന്നതാണ് ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ടാക്സ് ഇവേഷൻ is the method by which a person illegally reduce his tax burden by either defaulting their income or inflating their expenses. അതായത് ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പേഴ്സൺ ടാക്സ് പേ ചെയ്യാതെ ഇരിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇല്ലീഗലി അവരുടെ ടാക്സ് അവർ റെഡ്യൂസ് ചെയ്യാണ്. ലൈക്ക് എങ്ങനെയാണ്, അവരുടെ ഇൻകം വന്നിട്ട് ഡിഫോൾട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻസസ് വന്നിട്ട് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടോ, ഇൻകം കുറച്ച് കാണിച്ചിട്ടോ എക്സ്പെൻസസ് കൂട്ടി കാണിച്ചിട്ടോ എല്ലാം നമ്മൾക്ക് ചെയ്യുന്നതാണ് ഈ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ടാക്സ് ഇവേഷന് നമ്മൾ ടാക്സ് ഡോഡിങ് എന്നും കൂടി നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, ഇതാണ് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഇല്ലീഗൽ പ്രോസസ് ആണ്. ടാക്സ് കുറയ്ക്കാനായിട്ട് നോക്കുകയാണ്. എങ്ങനെയാണ്, ഇൻകത്തിനെ കുറച്ചിട്ടും അതേപോലെ തന്നെ എക്സ്പെൻസസിനെ കൂട്ടിയിട്ടും ഒക്കെയാണ് നമ്മൾ ഈ ടാക്സ് ഇവേഷൻ ചെയ്യുന്നത്. ടാക്സ് ഇവേഷന് നമ്മൾ ടാക്സ് ഡോഗിംഗ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇൻകം ടാക്സിന്റെ ആക്ടിന്റെ ബേസിസിൽ പറയാണ് ഇതൊരു ഇല്ലീഗൽ പ്രൊസീജിയർ ആണ്, ആസ് വെൽ as ഇറ്റ് ഇസ് ദ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി കൂടിയാണ് നമ്മൾക്ക് ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആസ് വെൽ as ഇറ്റ് ഇസ് ഇമ്മോറബിൾ ഇൻ നേച്ചർ എന്ന് കൂടിയാണ് നമ്മളുടെ ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടാക്സ് അവോയ്ഡൻസ് ആണ്. ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ടാക്സ് വെട്ടിക്കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇത് വന്നിട്ട് ലീഗൽ പ്രോസസ് ആണ്. ഓക്കെ, ലീഗലി ചെയ്യുന്നതാണ് നമ്മളുടെ ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ തന്നെ നമുക്ക് ടാക്സ് പേയർക്ക് വന്നിട്ട് ഒരു ലീഗലി പെർമിസബിൾ കൊടുക്കുകയാണ്, ഒരു ഓൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് റേറ്റ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിന് പകരം ഇത് ചെയ്തോളൂ എന്നുള്ളതിന്റെ ബേസിസിൽ ഇൻകം ടാക്സ് ആക്ട് തന്നെ ചെയ്തു കൊടുക്കുന്നതിനെയാണ് ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുമ്പോൾ ലൂപ്പ് ഹോൾസ് ഇൻ ലോസ് എന്നുള്ളത് കൂടിയാണ് ഈ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ടാക്സ് അവോയ്ഡൻസിനെ നമ്മൾ ടാക്സ് മിനിമൈസേഷൻ എന്ന് കൂടി പറയുന്നുണ്ട്. ഇറ്റ് ഇസ് 100% ലീഗൽ എന്ന് കൂടിയാണ്. ഇതിന് ഇതിൻ്റെതായിട്ടുള്ള അഡ്വാൻറ്റേജസും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മൾക്ക് ഇതിൽ വരുന്നത്. ഓക്കെ,
ദെൻ നെക്സ്റ്റ് വരുന്നത് ടാക്സ് ഇവേഷന്റെയും ടാക്സ് അവോയ്ഡൻസിന്റെയും ഡിഫറൻസ് ആണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ടാക്സ് പ്ലാനിങ്ങും ടാക്സ് ഇവേഷനും പറയുന്നുണ്ട്, അതും ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതൊക്കെ ഡിഫറൻസസ് ആണ്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് എന്താണെന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡിഫറൻസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.